നമ്മൾ ഏലിയൻസിനെ കണ്ടുപിടിച്ചു എന്നാണ് തോന്നുന്നത്. 2015 നാസയുടെ കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് K2-18 എന്ന് പറയുന്ന ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാറിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കുറച്ച് നാളത്തെ ഒബ്സർവേഷന് ശേഷം അവിടെയുള്ള സയന്റിസ്റ്റുമാർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. അതായത് K2-18 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാറിന്റെ ബ്രൈറ്റ്നെസ് പീരിയോഡിക് ആയിട്ട് കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഓരോ 31 ദിവസം കൂടുന്തോറും ഈ സ്റ്റാറിന്റെ ബ്രൈറ്റ്നെസ് കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. അതായത് പീരിയോഡിക്കലി അവിടെ ബ്രൈറ്റ്നെസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറിൽ ഇത്തരത്തിലുള്ള പീരിയോഡിക് ആയിട്ടുള്ള ബ്രൈറ്റ്നെസിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അവിടെ ഒരു പ്ലാനറ്റിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ലോകം K2-18b എന്ന് പറയുന്ന ആ ഒരു വിസ്മയ ലോകത്തെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് വർഷത്തെ റിസർച്ച് ഒബ്സർവേഷന് ശേഷം ഈ ഒരു പ്ലാനറ്റ് നമ്മുടെ ഭൂമിയിലും വലിയൊരു പ്ലാനറ്റ് ആണെന്നും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താ വെച്ചാൽ ഈ ഒരു പ്ലാനറ്റ് ഈ റെഡ് ഡ്വാർഫ് സ്റ്റാർ, അതായത് K2-18 എന്ന് പറയുന്ന ഈ റെഡ് ഡ്വാർഫ് സ്റ്റാറിന്റെ ഹാബിറ്റബിൾ സോണിൽ ചുറ്റുന്ന ഒരു പ്ലാനറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതായത് നമ്മുടെ ഭൂമിനെ പോലെ തന്നെ ഈ പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് ശരിക്കും ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന പോലെ തന്നെ ലിക്വിഡ് വാട്ടറിന്റെ സാന്നിധ്യം ഈ പ്ലാനറ്റിന്റെ സർഫസിൽ ഉണ്ടെന്നാണ് സയന്റിസ്റ്റുമാർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇവിടെ വെള്ളം ലിക്വിഡ് രീതിയിൽ കണ്ടുവരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം എന്താ വെച്ചാൽ അവിടെ ജീവൻ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അങ്ങനെ 3-4 വർഷങ്ങൾ മുന്നോട്ട് പോയി 2019 വെച്ചിട്ടാണ് അടുത്ത മേജർ ഡിസ്കവറി കണ്ടുപിടിക്കുന്നത്. ആ സമയത്തുള്ള ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എന്താ ചെയ്തതെന്ന് അറിയാം. ട്രാൻസിറ്റ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് K2-18b എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയർ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇതിന്റെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ K2-18bന്റെ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജനും വാട്ടർ വേപ്പറിന്റെ സാന്നിധ്യം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഹബിളിന് കണ്ടുപിടിക്കാൻ പറ്റി. നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന 2 കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഹൈഡ്രജനും വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭൂമിയിൽ ലൈഫും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാനറ്റിന്റെ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് കണ്ടതുകൊണ്ട് തന്നെ അവിടെ ലൈഫിനുള്ള സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സയന്റിസ്റ്റുമാരുടെ തലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി കൂടുതൽ ഡീപ്പ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും ദൂരത്ത് എടുക്കുന്ന ആ ഒരു പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയർ നമ്മുടെ ചെറിയ ഭൂമിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. അതിന്റെ പേരാണ് ട്രാൻസിറ്റ് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെയധികം രസകരമാണ്. K2-18 എന്ന് പറയുന്ന ആ ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാറിനെ ചുറ്റുന്ന ഒരു പ്ലാനറ്റ് ആണ് K2-18b. ഈ ഒരു സ്റ്റാറിന്റെ മുന്നിലൂടെ ഈ ഒരു പ്ലാനറ്റ് പാസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ സ്റ്റാറിന്റെ ബ്രൈറ്റ്നെസിന്റെ വേരിയേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പീരിയോഡിക്കലി ഈ സ്റ്റാറിന്റെ ബ്രൈറ്റ്നെസ് കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാനറ്റിനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോ K2-18b എന്ന് പറയുന്ന ഈ ഒരു പ്ലാനറ്റ് K2-18 എന്ന് പറയുന്ന ഈ ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാറിന്റെ മുന്നിൽ വന്ന് നിൽക്കാന്ന് വിചാരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഭൂമിയുടെ ടെലിസ്കോപ്പിലൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ പറയുന്ന പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിൽ അകത്തൂടെ പാസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഭൂമിയിലുള്ള ആ ഒരു സ്പേസ് ടെലിസ്കോപ്പിന്റെ ലെൻസിൽ വന്ന് ഇടിക്കുക. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ ലൈറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലൈറ്റ് K2-18b എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മുടെ ഭൂമിയുടെ സ്പേസ് ടെലിസ്കോപ്പിലേക്ക് എത്തുന്നത്. ഇനി ഈ പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഭൂമിയുടെ എന്താ പോലെ തന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓക്സിജൻ ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. സ്റ്റാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റ് ലൈറ്റ് ഈ പറയുന്ന K2-18bന്റെ അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഈ ലൈറ്റിന്റെ അകത്തുള്ള റെഡ് കളർ അബ്സോർബ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പോൾ റെഡ് കളർ പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ള കളേഴ്സ് മാത്രമായിരിക്കും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് കളർ നമുക്ക് അവിടെ കാണാത്തത് കൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ ഹൈഡ്രജൻ മോളിക്യൂൾസ് റെഡ് കളർ അബ്സോർബ് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാലാണ് ചിലവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതേപോലെ ഈ പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നൈട്രജൻ അബ്സോർബ് ചെയ്യുന്നത് ബ്ലൂ കളറാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ ഈ ലൈറ്റ് നമ്മുടെ ഭൂമിയിലുള്ള ടെലിസ്കോപ്പിൽ എത്തുകയും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ റെഡിന്റെ അഭാവം ഉണ്ട്, ബ്ലൂവിന്റെ അഭാവം ഉണ്ട്. അപ്പൊ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഈ പ്ലാനറ്റിന്റെ അകത്ത് നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ സംഭവങ്ങളുടെ കോൺസിക്വൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോ പറഞ്ഞ സിമ്പിൾ എക്സാമ്പിളിനോട് വളരെ സിമിലർ ആയിട്ടാണ് ട്രാൻസിറ്റ് സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സയന്റിസ്റ്റുമാർ ഈ പ്ലാനറ്റിൽ ഹൈഡ്രജനും വാട്ടർ വേപ്പറും കണ്ടുപിടിച്ചത്. പക്ഷേ അത് പോരാ. ഈ പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ അതിന് കൂടുതൽ എവിഡൻസ് നമുക്ക് വേണം. അതായത് ഒരുപാട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ലൈഫ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സയന്റിസ്റ്റുമാർ പല രീതിയിലുള്ള ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് 2023 JWST എന്ന് പറയുന്ന അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അവർക്ക് ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി. അതായത് K2-18b എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിൽ കണ്ടുവരുന്ന കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്രാവശ്യം ഹൈഡ്രജനും
വാട്ടർ വേപ്പറിനോടൊപ്പം തന്നെ മീത്തേനും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ DMS എന്ന് പറയുന്ന മോളിക്യൂൾസിന്റെ പ്രസൻസിന്റെ ചെറിയൊരു സൂചനയും കൂടി അവർക്ക് കിട്ടിയത്. ശരിക്കും അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു സൂചന മാത്രമാണ് കിട്ടിയത്. DMS എന്ന് പറയുന്നത് ശരിക്കും ഒരു ബയോ സിഗ്നേച്ചർ ആണ്. അപ്പൊ ബയോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ ലൈഫ് ഉണ്ടാവുന്നുള്ളൂ. DMS എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂൾ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലും കാണാൻ പറ്റും. DMS നമ്മുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ലാണ്ട് വേറൊരു കോസിലൂടെയും DMS എന്ന് പറയുന്ന മോളിക്യൂൾസ് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് DMSന്റെ ചെറിയ ട്രേസസ് നമ്മുടെ K218b കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു വർഷം കൂടി കടന്നുപോയി. 2025 നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് നിക്കു മധുസൂദൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ടീമും കൂടി K218bയുടെ പുറകെ പോവുകയും അതിനകത്ത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കവറി അദ്ദേഹം കണ്ടുപിടിച്ചായിരുന്നു. 2023 DMSന്റെ സ്മോൾ ട്രേസസ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ DMDS എന്ന് പറയുന്ന വേറൊരു മോളിക്യൂളും ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിനകത്ത് കണ്ടുപിടിച്ചെന്നാണ് ശരിക്കും ഇവർ പറയുന്നത്. DMDS എന്ന് പറയുന്നത് ഡൈമീഥൈൽ ഡൈസൾഫൈഡ് എന്നാണ്. അതായത് ശരിക്കും ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നെയാണ്. ഭൂമിയിലെ കടലുകളിൽ കണ്ടുവരുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ പേരാണ് സൈറ്റോപ്ലാന്റോ. അത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിന്റെ പേരാണ് DMSP, ഡൈമീഥൈൽ സൾഫോറോ പ്രൊപ്പയോനേറ്റ് എന്നാണ് ശരിക്കും ഈ ഒരു സംഭവത്തിന്റെ ഫുൾ ഫോം. ഈ ഫൈറ്റോ പ്ലാന്റോൺസിനെ കൺസ്യൂം ചെയ്യുന്ന, അതായത് ഭക്ഷിക്കുന്ന ഒരു സംഭവമാണ് ബാക്ടീരിയസ് എന്ന് പറയുന്നത്. ബാക്ടീരിയാസ് ഫൈറ്റോ പ്ലാന്റൻസിനെ ഭക്ഷിക്കുമ്പോൾ ഫൈറ്റോ പ്ലാന്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് DMS എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഈ ഒരു കൺവേർഷൻ നടത്തുന്നത് ബാക്ടീരിയ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതായത് DMS എന്ന് പറയുന്ന ഒരു സംഭവം നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ബാക്ടീരിയ വേണം. ഈ പറഞ്ഞ സൈറ്റോ പ്ലാനത്തിന് ആവശ്യമുണ്ട്. ഈ പറയുന്ന DMSഉം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും DMDS എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 2025 കണ്ടുപിടിച്ച ഒരു കോമ്പൗണ്ട് ശരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. അതായത് ഈ പ്ലാനറ്റിൽ ഈ പറയുന്ന സംഭവങ്ങൾ കൂടാണ്ട് തന്നെ അവിടെ ഓക്സിജൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദൂരെ കിടക്കുന്ന ഒരു പ്ലാനറ്റിൽ പ്രിസൈസ്ലി 124 ലൈറ്റ് ഇയേഴ്സ് ദൂരെ കിടക്കുന്ന ഒരു പ്ലാനറ്റിന്റെ അകത്താണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ പറയുക, K218 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ ആണ്. അപ്പോൾ റെഡ് ഡ്വാർഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൂര്യനെ പോലെ ഒരു സ്റ്റാർ അല്ല. നമ്മുടെ ഹോസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള സൂര്യന്റെ ഗുണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് വർഷങ്ങളോളം ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റാർ ആണ്. മറ്റുള്ള സ്റ്റാർസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂര്യൻ അത്യാവശ്യം ചെറിയൊരു സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റാറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹാബിറ്റബിൾ സോൺ അത്യാവശ്യം വലുതാണ്. അതായത് സൂര്യനിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ടാണ് ശരിക്കും നമ്മുടെ സൂര്യന്റെ ഹാബിറ്റബിൾ സോൺ നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാം, ഇപ്പൊ സൂര്യൻ എന്തെങ്കിലും രീതിയിലുള്ള സോളാർ ഫ്ലെയർ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സോളാർ ഫ്ലെയർ ഹാബിറ്റബിൾ സോണിൽ കിടക്കുന്നത് നമ്മുടെ ഭൂമിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല. അതിന്റെ ഒരു ഗുണം എന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ഇത്തരത്തിലുള്ള സോളാർ ഫ്ലെയർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഒരിക്കലും ലൈഫ് എന്നുള്ള സംഭവം ഡെവലപ്പ് ചെയ്ത് വരില്ല. ഈ ഒരു സംഭവം സംഭവിക്കുമ്പോൾ മാസീവ് ആയിട്ടുള്ള റേഡിയേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുകയും അത് കാരണം നമ്മുടെ ഭൂമിയിലുള്ള ടെമ്പറേച്ചർ വളരെയധികം ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന സർഫസ് വാട്ടർ മുഴുവനും ആവിയായിട്ട് വേപ്പറൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതായത് നമ്മുടെ ഭൂമിയിൽ ഒരിക്കലും ലൈഫ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ കേസിൽ ഭൂമിയും സൂര്യനുമായിട്ട് അത്യാവശ്യം ദൂരത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഭൂമി ഹാബിറ്റബിൾ സോണിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലത്തെ വെള്ളം ലിക്വിഡ് രീതിയിലും കണ്ടുവരുന്നുണ്ട്. സോളാർ ഫ്ലെയറും നമ്മുടെ ഭൂമിയിൽ അത്യാവശ്യം അധികം എഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ K218bയുടെ സിറ്റുവേഷൻ അതല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫാക്റ്റാണ്, ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും ഒരു ചുറ്റൽ ചുറ്റണമെങ്കിൽ 365 ദിവസങ്ങൾ വേണമെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. പക്ഷെ K218 ചുറ്റുന്ന ഈ K218b എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത്, അതിന് ചുറ്റുന്ന ഒരു 1 ടൈം ചുറ്റാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് 33 ഭൂമിയിലത്തെ ദിവസങ്ങളാണ്. ഈ സ്റ്റാർ അതായത് K218 എന്ന് പറയുന്നത് റെഡ് ഡ്വാർഫ് ആയതുകൊണ്ടും ഇത് അത്യാവശ്യം കൂളറായിട്ട് കത്തുന്ന ഒരു സ്റ്റാർ ആയതുകൊണ്ടും ഈ ഒരു സ്റ്റാറിന്റെ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് വളരെയധികം ക്ലോസ് ആയിട്ടായിരിക്കും ഉള്ളത്. അതുകൊണ്ടാണ് K218b എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഈ സ്റ്റാറിനെ തൊട്ടടുത്തോട്ട് ഓർബിറ്റ് ചെയ്തിട്ടും ഈ പ്ലാനറ്റ് ഹാബിറ്റബിൾ സോൺ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റാറുകൾക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ. ആ സ്റ്റാറുകൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഹാർംഫുൾ ആണ്. റേഡിയേഷൻ എന്ന് പറയുന്നത് ഹീറ്റിന്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഹാർംഫുൾ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാനറ്റ് ഈ പറയുന്ന സ്റ്റാറിനെ തൊട്ടടുത്തൂടെ ഇങ്ങനെ ചുറ്റുകയാണെങ്കിൽ ആ പ്ലാനറ്റിലേക്ക് വളരെയധികം ആയിട്ടുള്ള റേഡിയേഷൻ കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാസീവ് ആയിട്ടുള്ള സോളാർ ഫ്ലെയർ വരാനും കാരണമുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഈ പ്ലാനറ്റിനകത്ത് ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്.
പക്ഷെ റീസെന്റ് ആയിട്ടുള്ള സയന്റിഫിക്കൽ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് K2-18 എന്ന് പറയുന്ന ഈ റെഡ് ഡ്വാർഫ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണെന്നാണ്. അതായത് അവിടെ മാസീവ് ആയിട്ടുള്ള സോളാർ റേഡിയേഷൻസ് ഇല്ല, സോളാർ ഫ്ലെയറിംഗിലൊന്നുമില്ല, വളരെയധികം ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതും K2-18b എന്ന് പറയുന്ന ഈ ഒരു പ്ലാനറ്റ് ഹാബിറ്റബിൾ സോണിൽ ചുറ്റുന്നത് കൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട്, അതായത് ശാന്തമായിട്ട് നിൽക്കുന്ന ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ പ്ലാനറ്റിന്റെ അകത്ത് ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ സൂചനയായിരിക്കാം DMDS എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾസിന്റെ സാന്നിധ്യം നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് കൂടുതൽ സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയേ പറ്റുള്ളൂ. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്ലാനറ്റിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന വണ്ടേഴ്സ് ഒക്കെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.